ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫൈനലി ജിക്സൺ സിംഗിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള താങ്ക് യു പോസ്റ്റും കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ജിക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ്. എന്തായാലും പോകുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയായിരുന്നു കുറേ ആയിട്ട്. എന്തായാലും ഇപ്പോൾ പോയിട്ടുണ്ട് ജിക്സൺ സിംഗ്. അപ്പോൾ ഒരു 4 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയുള്ളത്. മാർക്കസ് മെർലോയുടെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഒരു ബിഗ് ട്രാൻസ്ഫർ ഫീൽ തന്നെയാണ്, ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീൽ തന്നെയാണ് ഇപ്പോൾ ജിക്സൺ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ട്രാൻസ്ഫർ ഫീ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കെല്ലോവിൻ്റെ മറ്റു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ ഈ ജിക്സൺ സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ഒരു 12 കോടിയോളം രൂപ അടുത്ത് ചിലവ് അവർക്ക് വന്നിട്ടുണ്ട്. മറ്റു താരത്തിൻ്റെ സാലറി അതുപോലെ തന്നെ മറ്റു ബോണസും കാര്യങ്ങളും എല്ലാം ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന ട്രാൻസ്ഫർ ഫീ കാര്യങ്ങളൊക്കെ എല്ലാം പാടി ആയിട്ട് ഒരു 12 കോടിൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരു വലിയൊരു ഡീലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ ആയാലും 3.3 കോടിയോ അങ്ങനെ എന്തോ ആണ് ട്രാൻസ്ഫർ ഫീ ലഭിച്ചതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വിവരം. ഈ ട്രാൻസ്ഫർ ഫീൻ്റെ കാര്യമൊന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് ലഭിക്കില്ല. എന്തായാലും കെല്ലോവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 3.2 3.3 ആ ഒരു കണക്കിന് റേഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സിന്. അതിന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പോയി ഇതായിട്ട് വലിയ ബിസിനസ് തുടങ്ങുമോ അതോ മറ്റു പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്ത് മറ്റു ഓപ്ഷൻസിലൊക്കെ ഒന്ന് സ്ക്വാഡ് സ്ട്രെങ്ത് ചെയ്യുമോ എന്നറിയില്ല. ഇപ്പോൾ ജിക്സൺ സിംഗിനെ വിറ്റതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നല്ല രീതിയിൽ ശുഭിതരാണ്. നല്ല രീതിയിൽ തന്നെ എയറിൽ കയറ്റുന്നുണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് അഡ്മിനെയും ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഡയറക്ടറായ നിഖിലിനൊക്കെ. എന്തായാലും ഈ ഒരു വിറ്റ പൈസറ്റിന് നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അല്ലാതെ മറ്റു ബിസിനസ്സിലേക്കാണ് നീക്കമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രതിഷേധിക്കണം, അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ജിക്സൺ സിംഗ് പോയി തൻ്റെ 17 വയസ്സ് മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലൂടെയാണ് റിസർവ് ടീമിന് വേണ്ടി 5 മത്സരം കളിച്ചു. പിന്നെ അവിടുന്ന് സീനിയർ ടീമിനോടൊപ്പം എത്തി 86ഓളം മത്സരം ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. 2 ഗോളും അതുപോലെ 2 അസിസ്റ്റും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ജിക്സൺ സിംഗിനെ കുറിച്ച്, എല്ലാവർക്കും അറിയാം. അത്രയും ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ജിക്സൺ സിംഗ്. അപ്പോൾ താരത്തെയാണ് നമ്മൾ വിട്ട് കളയുന്നത്. അപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിൽ മറ്റു ഓപ്ഷൻസ് ഉണ്ട്, അവരൊക്കെ അത്യാവശ്യം കളിക്കുന്നത് തന്നെയാണ് ഫ്രെഡി. അപ്പോൾ അവരൊക്കെ കളിച്ചാൽ കുഴപ്പമില്ല. അപ്പം ഇനി താരത്തെ വിറ്റ പൈസക്ക് മറ്റു സൈന്യങ്ങൾ നടത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം, അത്ര തന്നെ പറയാനുള്ളൂ. അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഗ്രെഗ് സ്റ്റുവാർട്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്ന അപ്ഡേറ്റാണ്. സ്കോട്ടിഷ് താരമായ ഗ്രെഗ് സ്റ്റുവാർട്ട് എല്ലാവർക്കും അറിയാം ISL ഗോൾഡൻ ബോളൊക്കെ സ്വന്തമാക്കിയ തൃശ്ശൂർ FCയോടൊപ്പം ISL ഷീൽഡ് അതുപോലെ മുംബൈ സിറ്റിയോടൊപ്പം ഷീൽഡൊക്കെ നേടി. അങ്ങനെ ISL തന്നെ ഒരു ബെസ്റ്റ് ഫോറിൻ പ്ലെയർ ആയിട്ട് കഴിഞ്ഞ ISL ഇപ്പോൾ ISL ഉണ്ടായിരുന്നില്ല, സ്കോട്ടിഷ് ലീഗിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്വന്തമാക്കുന്നത് മോഹൻ ബഗാനാണ്. മോഹൻ ബഗാൻ താരത്തെ ഒരു 1 ഇയർ ഡീലിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ IFTWC അതുപോലെ മറ്റു മാധ്യമങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് വരുന്നത്. മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ്. 34 വയസ്സുകാരനാണ്. ISL 50ഓളം മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 20 ഗോളും അതുപോലെ 21 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 മത്സരങ്ങളിൽ നിന്ന് 41 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത്രയും ഒരു ടോപ്പ് പ്ലെയർ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മോഹൻ ബഗാൻ ഇത്തവണയും വമ്പൻ സ്കോഡാണ് തന്നെ പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.